ആരോഗ്യവും സമ്പത്തുമുള്ളവർക്ക് ഇസ്ലാമിൽ നിർബന്ധ ബാധ്യതയാണ് ഹജ്ജ്. പക്ഷേ കേരളത്തിൽ നിന്നും അപേക്ഷകരിൽ നിന്ന് കൂടുതലും പ്രായമുള്ളവരെയാണ് പരിഗണിക്കാറ്. കായികാധ്വാനം ഏറെ വേണ്ട ഹജ്ജിൽ ചെറുപ്പക്കാർക്ക് അവസരം അധികം ലഭിക്കാറില്ല. ഇത്തവണ പക്ഷേ കൂടുതൽ ചെറുപ്പക്കാരും ഹജ്ജിലുണ്ട്. ആരോഗ്യക്ഷമത ഏറെ വേണ്ട കർമ്മമാണ് ഹജ്ജ്. എന്നാൽ ഇന്ത്യക്കാരും മലയാളികളും പൊതുവെ പ്രായമേറെ ആയ ശേഷമാണ് ഹജ്ജിനെത്തുക. ഇതോടെ പരാശ്രയമില്ലാതെ ഹജ്ജ് പൂർത്തിയാക്കാനാകില്ല. ഇസ്ലാമിക നിയമപ്രകാരം ആരോഗ്യവും സമ്പത്തും ഒരുപോലെയുള്ളവന്റെ ബാധ്യതയാണ് ഹജ്ജ്. മറ്റു രാജ്യങ്ങളിലുള്ളവർ ചെറുപ്പത്തിലെ ഹജ്ജിനെത്തുന്നത് മക്കയിലെത്തിയാൽ കാണാം. ഇത്തവണ പക്ഷേ ഭാഗ്യത്താൽ ഹജ്ജ് ലഭിച്ച ചെറുപ്പക്കാർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സ്തുതിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെറിയ പ്രായത്തിന് ഹജ്ജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ നാട്ടിലെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് കൊടുത്തതാണ്. ഗവൺമെൻറ് ഇതിൽ കൊടുത്തു. അൽഹംദുലില്ലാഹ് ആദ്യത്തെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടുകയും അവിടെ വരാൻ സാധിക്കുകയും ചെയ്തു. ചെറുപ്പത്തിൽ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചാലും ഹജ്ജ് കമ്മിറ്റി പരിഗണിക്കുക കൂടുതലും പ്രായമായവരെയാണ്. പുതിയൊരു ജീവിതം ചെറുപ്പത്തിലെ കൊതിക്കുന്ന വിശ്വാസിക്ക് ഈ നിബന്ധന കാരണം ഏറെ കാത്തിരിക്കണം. സാധാരണ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, പല ആളുകളൊക്കെ നമ്മൾ പ്രായമുള്ള ആളുകളൊക്കെ നമ്മോട് പറയും, നിങ്ങളൊന്ന് പ്രായത്തിൽ വരണം മക്കളെ, ഈ ഒരു നേരത്തെ തന്നെ ഇതിന് ഒരുങ്ങണം. കാരണം ഇവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ പ്രായം കൂടുന്തോറും ഹജ്ജിൻ്റെ പ്രയാസങ്ങൾ കൂടിക്കൊണ്ട് വരികയാണ്. മറ്റിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഹജ്ജ് നയിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിലും യുവാക്കളെ ആളുകൾ കൂടുതൽ ഹജ്ജിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിട്ടകൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗദിക്കകത്തു നിന്നും GCCയിൽ നിന്നും ചെറുപ്പക്കാരെത്താറുണ്ട്. പക്ഷെ നാട്ടിൽ നിന്നും അപേക്ഷിക്കുന്നവരും അവസരം ലഭിക്കുന്നവരും കുറവാണ്. ഇത്തവണ പക്ഷേ പേരിനെങ്കിലും ആളുകളെ കാണാനുണ്ട്. ഞാൻ 2 വർഷം മുന്നേ സാധാരണ ഒരു കുടുംബക്കാരൻ ആയിരുന്നു. 15 വർഷമായിട്ട് ദുബായിലാണ്. വാപ്പമ്മനെ കഴിഞ്ഞ 2 വർഷം മുന്നേ പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ സഹോദരി 6 മക്കളാണ് ഞങ്ങൾ. അപ്പോൾ വലിയേട്ടൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യനെയും പിന്നെ ഞങ്ങൾ 5 മക്കളെയും ഉറക്കൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ വാപ്പാൻ്റെ ഒരു നിർദ്ദേശപ്രകാരം അങ്ങനെ വാപ്പ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ലാസ്റ്റ് ഡേറ്റിനാണ് കൊടുത്തത്. ഞാൻ കൊടുത്ത് 4ാമത്തെ ദിവസമാണ് അൽഹംദുലില്ലാഹ് റിസൾട്ട് വന്നു. എൻ്റെ പേരുണ്ടായിരുന്നു. ഞാൻ കൊടുത്തപ്പോഴും അത് നെയ്യത്തുള്ളായിരുന്നു. എനിക്ക് വിളി വന്നിക്കണമെങ്കിൽ മതി, ആരും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ എനിക്ക് കിട്ടട്ടെ എന്നുള്ളത്. ആരോഗ്യത്തോടെ എത്താത്ത വിശ്വാസിക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ മനോഹരമായി പൂർത്തിയാക്കാനാകില്ല. പലപ്പോഴും വളണ്ടിയർ സംഘങ്ങളെയും കൂടെയുള്ളവരെയും ആശ്രയിക്കേണ്ടി വരും. അറഫ കഴിഞ്ഞ ശേഷം മിന വിടുന്നതുവരെ ഒരു ഹാജിക്ക് ശരാശരി 40 കിലോമീറ്റർ ദൂരം കാൽനടയായി നടക്കാനുണ്ടാകും. കാബക്കരികിലെ തിരക്കുകളും അനുഭവിക്കണം. ഇതിനാൽ ചെറുപ്പത്തിന്റെ ഹജ്ജോളം മനോഹരമാകില്ല മറ്റൊന്നും. ഇതിനാലാണ് ഇസ്ലാം ഈ നിബന്ധന വെച്ചതെന്നും പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. അഫ്തബുർ റഹ്മാൻ, മീഡിയ 1, മക്ക.